നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിന്റെ കൂടുതൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഗ്നിബാധയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാളികളടക്കം 100ഓളം കുടുംബങ്ങൾ താമസിച്ച് പോന്നിരുന്ന 30 നില കെട്ടിടത്തിലെ 64 അപ്പാർട്ട്മെന്റുകളും ഏതാണ്ട് കത്തി നശിച്ചിരിക്കുകയാണ്. കൂടാതെ 10 വാഹനങ്ങളും കത്തി നശിച്ചതായും ഒരു കാർ പൂർണ്ണമായും കത്തി നശിച്ചതായും വിവരമുണ്ട്. പലർക്കും തങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കളും രേഖകളും മറ്റും നഷ്ടമായിട്ടുണ്ട്. പെരുന്നാൾ അവധിയായതിനാൽ കുടുംബങ്ങൾ പലരും പുറത്തുപോയതും ഉറങ്ങാൻ വൈകിയതുമൊക്കെ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. പലരും കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചു. 1 മണിക്കൂറിനകം കെട്ടിടത്തിൽ താമസിക്കുന്നവരെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ സാധിച്ചത് വൻ ദുരന്തം ഒഴിവാക്കി. അതുപോലെ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 1ലേറെ ഫയർഫോഴ്സ് വാഹനങ്ങളും പോലീസും ഏറെ പണിപ്പെട്ടാണ് ഇവിടുത്തെ തീയണച്ചത്. എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെയും ചാരിറ്റി അസോസിയേഷന്റെയും ഏകോപനത്തോടെ അജ്മാനിലെ ഹോട്ടലുകളിൽ 256 പേർക്ക് താമസ സൗകര്യം നൽകുകയും ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി സഹകരിച്ച് 7 ബസ്സുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. 26 രാത്രി 12ഓടെയാണ് അജ്മാൻ 1 ടവേഴ്സ് എന്ന താമസ സമുച്ചയത്തിലെ 2ാം നമ്പർ ടവറിൽ തീപിടുത്തമുണ്ടായത്. മുകൾ നിലയിലാണ് ആദ്യം തീ പടർന്നു പിടിച്ചതെന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഫ്ളാറ്റിലുണ്ടായ വൻ അഗ്നിബാധയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ടവറിലേക്കുള്ള വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെയും ചാരിറ്റി അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിക്കാത്ത അപ്പാർട്ട്മെന്റുകളിലേക്ക് മടങ്ങാൻ താമസക്കാരെ പ്രാപ്തരാക്കുന്ന സിവിൽ ഡിഫൻസ് സേവനങ്ങൾ നൽകുന്നതിനുള്ള ഒരു കേന്ദ്രമായി സൈറ്റിലെ മൊബൈൽ ഓപ്പറേഷൻസ് റൂം പോലീസ് സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കാനും അഗ്നിശമന പ്രവർത്തനങ്ങളും സംഭവങ്ങളും പ്രധാന ഓപ്പറേഷൻസ് റൂമിലേക്ക് മാറ്റാനും സഹായിച്ചതായും മൊബൈൽ ഓപ്പറേഷൻ റൂം ലഫ്റ്റനന്റ് കേണൽ അൽ കബി പറഞ്ഞു. ഈ കെട്ടിടത്തിലെ താമസക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ആവശ്യങ്ങളും നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തകർന്ന കെട്ടിടത്തിൽ നിന്നും അപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള ഫോറൻസിക് തെളിവുകൾ പരിശോധിച്ച് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം നടന്നു വരികയാണെന്നും ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് പ്രതിസന്ധി നിയന്ത്രിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താമസക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള സാധ്യമായ ഏറ്റവും മികച്ച മാർഗത്തിലും വേഗത്തിലുമുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതുപോലെ അപകടം നടന്ന സ്ഥലത്ത് മൊബൈൽ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഫ്ളാറ്റിലെ താമസക്കാർക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കാനാണ് ഇതെന്ന് അജ്മാൻ പോലീസിലെ ജനറൽ ഓഫ് പോലീസ് ഓപ്പറേഷൻസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. യുഎഇയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കെട്ടിട തീപിടുത്തങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അധികം ദിവസമായിരുന്നില്ല. അതിനിടെയാണ് വീണ്ടും പ്രവാസികളെ നടുക്കി ഫ്ളാറ്റ് സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടായത്. യുഎഇയിൽ ഈ വർഷമുണ്ടായ തീപിടുത്തത്തിൽ ഇതിനോടകം തന്നെ മലയാളികൾ അടക്കമുള്ള പ്രവാസികളുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അതിനാൽ വേനൽക്കാലം കടുത്തതോടെ വളരെ കരുതലോടെയും ജാഗ്രതയോടെയുമാണ് പ്രവാസികൾ നീങ്ങുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.